നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വിവിധ നിലയിലാണ്. ആത്മീക അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങൾ, അതിൽ തന്നെ ശാരീരിക അനുഗ്രഹങ്ങൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, തലമുറകളെ സംബന്ധിച്ചുള്ള അനുഗ്രഹങ്ങൾ, ഭാവി അനുഗ്രഹങ്ങൾ, വിവിധ നിലയിലുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പൗലോസ്ലീഹ ഇങ്ങനെ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, നമ്മൾ വസിക്കുന്നത് ഭൂമിയിലാണ്, നമ്മൾ പാർക്കുന്നത് ഭൂമിയിലാണ്. എന്നാൽ ദൈവത്തെ നാം സേവിക്കുകയും സ്നേഹിക്കുകയും ദൈവ കൽപ്പനകൾ നാം അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹമെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളാണ്. ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, ഭൂമിയിൽ നാം പ്രാപിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് ഈ ആയുസ്സിൽ, അത് നാം അനുഭവിച്ച ഈ ആയുസ് കൊണ്ടത് തീരുകയാണ്. ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഭൗതിക അനുഗ്രഹങ്ങളും നമ്മുടെ മരണാനന്തരം നമ്മെ പിന്തുടരുന്നില്ല. എന്നാൽ നമ്മെ പിന്തുടരുന്ന അനുഗ്രഹങ്ങൾ, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആത്മീക അനുഗ്രഹങ്ങളാണ്. ഇവിടെ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. അവിടെ ഒരു ചിന്ത പങ്കുവെക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. അനുഗ്രഹിക്കാമെന്നല്ല, അനുഗ്രഹിക്കാമെന്ന് നോക്കട്ടെന്നല്ല, സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കാമെന്നല്ല അവിടെ നമുക്ക് കാണുന്നത്. അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ നമ്മെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. അപ്പം നാം ചോദിക്കാം, ഭൗതിക അനുഗ്രഹങ്ങളൊന്നുമില്ലേ? ഉണ്ട്. ഈ ആത്മീക അനുഗ്രഹത്തോടു കൂടെ ഭൗതിക അനുഗ്രഹങ്ങളും നമുക്കുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നിൽക്കുമ്പോൾ ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പ്രാപിക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോൾ നന്മയും കരുണയും ഒക്കെ നമ്മെ പിന്തുടരും. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ഭക്തിക്ക് വേണ്ടത് ആത്മീക അനുഗ്രഹങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ജീവന് വേണ്ടിയത്, ജീവനാധാരമായ, ജീവിക്കുവാൻ ആധാരമായ സകല നന്മകളും നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവം. അത് കൈവശമാക്കുക, അത് അവകാശമാക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. ആകയാൽ ദിവസങ്ങളിൽ ആ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.